ബഹൗദ്ദീൻ നദ്വി ഉസ്താദ് എല്ലാ എംപിമാരെയും എംഎൽഎമാരെയും ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതല്ല. ബഹുഭാരത്വത്തെ എതിർക്കുന്ന നേതാക്കളിൽ എംപിമാരുണ്ട്, എംഎൽഎമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, മതേതര നേതാക്കന്മാരുണ്ട്. ആ കൂട്ടത്തിൽ അവരിൽ പലരും സ്വന്തം ഭാര്യയുടെ പുറമെ സ്റ്റെപ്പിന് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഭാര്യമാരെ സ്വീകരിക്കുന്നവരാണ്. അവരാണ് ഇത് എതിർക്കുന്നത് എന്ന് പറഞ്ഞതാണ്. അതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ മാതാവിനെ പറ്റി പറയുന്ന ഒരു ഭാഗമുള്ളത്, ആ മഹദിയെ കല്യാണം കഴിച്ചത് ശൈശവ വിവാഹത്തിലാണ്. അത് ബാലവിവാഹത്തെ എതിർക്കുന്ന ഇടതുപക്ഷ നേതാക്കളുണ്ട്, അതുപോലെ തന്നെ ലിബറലിസ്റ്റുകളുണ്ട്. അതൊക്കെ ഒരു വൈരുദ്ധ്യമാണ്, എതിർക്കേണ്ട കാര്യമില്ല. കാരണം ആധുനിക കാലഘട്ടത്തിൽ പോലും നടക്കുന്നത് 6-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിയായി വന്ന ആയിഷ ബിബിക്ക് അന്ന് 9 വയസ്സ്, ജീവിതം പങ്കാളിയാകുമ്പോൾ വിവാഹം കഴിക്കുമ്പോൾ 6 വയസ്സ്. അത് ശൈശവ വിവാഹമാണ്, അത് ബാലപീഡനമാണ് എന്ന് ആക്ഷേപിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ആധുനിക കാലഘട്ടത്തിൽ EMS നമ്പൂതിരിപ്പാട് പോലും അവരുടെ മാതാവ് പോലും അങ്ങനെ ശൈശവ വിവാഹത്തിന് വിധേയമായിട്ടുള്ളതാണ് എന്ന് ചരിത്ര ഉദ്ധരണി നടത്തിയെന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെയോ ഇടതുപക്ഷ MLA-മാരെയോ MP-മാരെയോ അല്ലെങ്കിൽ വലതുപക്ഷ MP-മാരെ MLA-മാരെയോ ആക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തിലല്ല, ചരിത്രത്തിൻ്റെ തെളിവ് ഉദ്ധരിച്ചത്. ഇപ്പോൾ കാറൽ മാക്സ് വിവാഹം ചെയ്തത് 1883-ലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെ വന്നത് ഒന്ന് ജെന്നി, മറ്റൊന്ന് ഹെനനയാണ്. ഒരാൾ ഭാര്യയാകുമ്പോൾ മറ്റൊരാൾ സ്റ്റെപ്പിനായിരുന്നു. സ്വാഭാവികമായിക്കൊണ്ടും അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്, അവരുടെ ജീവിത പങ്കാളികളാണ്. അതൊക്കെ ബഹുഭാര്യത്വമാണ്. ശൈശവ വിവാഹം പണ്ടും നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാര്യത്വത്തെയും 6-ാം നൂറ്റാണ്ടിലെ ശൈശവ വിവാഹത്തെയും എതിർക്കുന്നവർ കാണിക്കുന്നത് കാപട്യമാണ്. അവരും അവരുടെ ജീവിത പങ്കാളികളും ഒക്കെ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന ഒരു ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ ഉദ്ധരിച്ചു എന്നതല്ലാതെ ആക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തിലല്ല. അതിന് തെളിവായി ഉദ്ധരിക്കുമ്പോൾ ഏത് പ്രഭാഷകന്മാരും ഉദ്ധരിക്കുന്ന ഒരു സ്വാഭാവികത മാത്രമാണ്. ഒരു തെറ്റില്ല, ബഹൗദ്ദീൻ നദ്വി പറഞ്ഞ തെറ്റില്ല. കാരണം എല്ലാ MP-മാരെയും MLA-മാരെയും അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല. ബഹുഭാരത്വത്തെ എതിർക്കുന്ന ആളുകളിൽ MLA-മാരും MP-മാരുമുണ്ട്. അവരെ പറ്റി പറഞ്ഞത് നിങ്ങൾ ഭാര്യമാരെ മാത്രമല്ല, നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഭാര്യമാരെയും സ്വീകരിക്കുന്നവരാണ് എന്നൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിൽ തെറ്റുമായിട്ട് പറയാൻ കഴിയില്ല. അത് ക്യാമ്പയിൻ്റെ ഭാഗം തന്നെ, അത് ഞങ്ങളുടെ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സംഘടനയുടെ SMF-ൻ്റെ നിലപാടാണ്. ആ നിലപാടിനെ സ്ഥിരീകരിക്കുക തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ല, നന്നാവുക എന്നതല്ല, ഇത് ചീത്തയായ ഒരു സ്വഭാവമല്ലല്ലോ. ബഹുഭാരത്വം ചീത്തയായ ഒരു സ്വഭാവമല്ല. ബഹുഭാരത്വം ചില സന്ദർഭങ്ങളിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നാട് നന്നാക്കുന്ന ആളുകൾ ജീവിതത്തിൽ പകർത്താത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നത് മാത്രമേ ഇതിൻ്റെ മെസ്സേജ് ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ ബഹുഭാരത്വത്തെ സ്വീകരിക്കുകയോ അവരുടെ കുടുംബത്തിൽ ബാലവിവാഹത്തിന് വിധേയമാവുകയോ ചെയ്തിട്ട് അവരും അവരുടെ ആചാര്യന്മാരോ അവരുടെ പിന്മുറക്കാരോ അവരുടെ നേതാക്കളോ ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു കാപട്യം അത് തുറന്നു പറയുക തന്നെ ചെയ്യും. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.